അരക്കോടിയിലധികം ആളുകളാണ് ഇത്തവണ ശബരിമലയിൽ ദർശനം നടത്തിയത്. കൃത്യമായി പറഞ്ഞാൽ 53,09,906 പേർ ഇത്തവണ ശബരിമലയിൽ ദർശനം നടത്തി. സ്പോട്ട് ബുക്കിംഗ് മുഖേന 10,03,305 പേരും ദർശനം നടത്തിയിരിക്കുന്നു. അതായത് സ്പോട്ട് ബുക്കിംഗ് മുഖേന 10 ലക്ഷത്തിലധികം. ഈ സ്പോട്ട് ബുക്കിങ്ങിനെ കുറിച്ചാണ് മാധ്യമങ്ങൾ വലിയ ആശങ്കകൾ നിങ്ങളുടെ മുൻപിലേക്ക് പ്രചരിപ്പിച്ചിരുന്നത്. ഏറ്റവും ഭംഗിയായി കടന്നുപോയ തീർത്ഥാടനം, 53 ലക്ഷത്തിലധികം ആളുകൾ കടന്നുവന്ന ശബരിമല സന്നിധാനം. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം ശുഭകരമായി പൂർത്തിയാക്കിയതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും വിവിധ സംഘടനകളുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് തീർത്ഥാടകർക്ക് സുഖദർശനം ഒരുക്കാൻ സാധിച്ചതെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. കേരളത്തിന്റെ മുഖ്യമന്ത്രി മുതൽ ദേവസ്വം വകുപ്പ് മന്ത്രി മുതൽ എല്ലാ വകുപ്പ് മന്ത്രിമാരും എല്ലാ ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിമാരും അങ്ങനെ അതിന്റെ ഏറ്റവും ഒടുവിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ വരെയുള്ള കൂട്ടായ ഒരു പ്രവർത്തനത്തിന്റെ നെറ്റ് റിസൾട്ടാണ് ശബരിമലയിൽ തവണത്തെ തീർത്ഥാടന കാലം ശുഭകരമായി പര്യവസാനിച്ചത്. ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ 8 മാസമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഹോംവർക്കിന്റെ പരിശ്രമം കൂടിയാണ് ഇതിന്റെ പിന്നിലുള്ളത്. വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക സംഘടനകൾ പ്രോത്സാഹനം വളരെ വലുതാണ്. സുജു ടി ബാബു കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങളുമായി. സുജു ആയിരുന്നു ഇത്തവണ സന്നിധാനത്ത് ഏറ്റവും കൂടുതൽ സമയം തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നതെന്ന്. സുജു, ഏറ്റവും ഭംഗിയായ ഒരു തീർത്ഥാടന കാലത്തിനാണ് നമ്മൾ സാക്ഷിയായത്. സുജുവൊക്കെ ഏറ്റവും കൂടുതൽ ദിവസം സന്നിധാനത്ത് ഉണ്ടാവുകയും ചെയ്തിരുന്നു. 53 ലക്ഷത്തിലധികം, കൃത്യമായി പറഞ്ഞാൽ 53,09,906 പേർ ദർശനം നടത്തിയിരിക്കുന്നു. അതിൽ തന്നെ 10 ലക്ഷത്തിലധികം പേർ സ്പോട്ട് ബുക്കിങ്ങിലൂടെ ദർശനം നടത്തിയിരിക്കുന്നു. ഈ കഴിഞ്ഞൊരു തീർത്ഥാടന കാലത്ത് സുജുവിന് അനുഭവപ്പെട്ടത് എന്താണ്? എങ്ങനെയാണ് സന്നിധാനത്ത് നിന്നപ്പോൾ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങൾ? മനു, ഈ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ ഇടത്താവളങ്ങൾ മുതൽ തന്നെ പറഞ്ഞു തുടങ്ങുന്നത്. ഏറ്റുമാനൂർ, പത്തനംതിട്ട, എരുമേലി തുടങ്ങിയ ഇടത്താവളങ്ങളിൽ എത്തുമ്പോൾ തന്നെ തീർത്ഥാടകർക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ, അതിനുശേഷം നിലയ്ക്കലിലേക്ക് എത്തുമ്പോൾ അവിടെ വലിയ ജർമ്മൻ പന്തൽ, ആ ജർമ്മൻ പന്തലിലെത്തി വിശ്രമിക്കാം. അതുപോലെ വാഹന പാർക്കിംഗ് ഇത്തവണ അത് വിപുലപ്പെടുത്തുകയും തീർത്ഥാടകർ ആരും തന്നെ വാഹന പാർക്കിങ്ങുമായി ഒരു പരാതി പറഞ്ഞിട്ടില്ല. പിന്നീട് പമ്പയിലും വാഹന പാർക്കിംഗ് കോടതി അനുമതിയോടെ ഏർപ്പെടുത്തുന്നു. പമ്പയിലുള്ള ഏർപ്പെടുത്തിയിരിക്കുന്ന വലിയ 2000-ലധികം ആളുകൾക്ക് വിരിവെക്കാൻ സൗകര്യമുള്ള ജർമ്മൻ പന്തൽ അവിടുന്ന് തുടങ്ങുന്നു. തീർത്ഥാടനത്തിൻ്റെ ഒരു മനോഹരമായ യാത്ര, ആത്മീയ യാത്രയ്ക്കൊപ്പം തന്നെ ഏറ്റവും അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത്. ഈ നീലിമല പാത വഴി കടന്നു വരുമ്പോൾ ആവശ്യത്തിലേറെയുള്ള കുടിവെള്ള സംവിധാനം, ലഘുഭക്ഷണ വിതരണം, പിന്നീട് വലിയ നടപ്പന്തലെത്തുമ്പോൾ തീർത്ഥാടകർക്ക് ക്യൂ നിൽക്കുമ്പോൾ അവർക്ക് കൃത്യമായി കുടിവെള്ളം കൊടുക്കുന്നു, ലഘുഭക്ഷണം കൊടുക്കുന്നു. അങ്ങനെ 18ാം പടി ചവിട്ടി, 18ാം പടി ചവിട്ടുമ്പോൾ ഏറ്റവും സഹായകരമായി പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് അയ്യപ്പന്മാരെ സഹായിക്കുന്നു. അങ്ങനെ സുഖദർശനമാണ് ഇത്തവണ 53 ലക്ഷം തീർത്ഥാടകർക്ക് ലഭിച്ചത്. മുമ്പ് നമ്മൾ പറയും വലിയ പരാതികളില്ലാത്ത ഒരു തീർത്ഥാടന കാലം കഴിഞ്ഞുപോയി എന്ന് പറയും. എന്നാൽ വലിയ പരാതിയല്ല, ഒരു പരാതിയോ പരിഭവങ്ങളോ ഇല്ലാത്തൊരു തീർത്ഥാടന കാലമാണ് ഇപ്പോൾ സമാപിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ സർക്കാരിൻ്റെ വലിയ പിന്തുണയായിരുന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗം, പിന്നീട് ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവന്റെ പ്രവർത്തനം, VN വാസവനും PS പ്രശാന്തുമൊക്കെ ഒരുമിച്ചൊരു ടീമായി, അതിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരും എടുത്തു പറഞ്ഞാണ് ADGP ശ്രീജിത്ത് ഉൾപ്പെടെയുള്ള ഒരു പ്രവർത്തനം, ടീം വർക്കായിരുന്നു ശബരിമലയിൽ കണ്ടത്. അതുകൊണ്ട് തീർത്ഥാടകർക്ക് ഒരു പരാതി ഉണ്ടായിട്ടില്ല. അതിനോടൊപ്പം 22ഓളം സർക്കാരിൻ്റെ ചെറുതും വലുതുമായ വകുപ്പുകളുടെ വിവിധ മന്ത്രിമാർ, ആരോഗ്യവകുപ്പ് മന്ത്രി, വനം വകുപ്പ്, ഗതാഗത വകുപ്പ് മന്ത്രി തുടങ്ങിയവർ, ജലവകുപ്പ് മന്ത്രി, അങ്ങനെ മന്ത്രിമാരുടെ നേതൃത്വത്തിലും അവലോകന യോഗം ശബരിമല ബന്ധപ്പെട്ട് അവരും നടത്തി. അങ്ങനെ ഓരോ വകുപ്പ് നടത്തിയ തയ്യാറെടുപ്പുകൾ, അങ്ങനെ കൂട്ടായ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ ഒരു നല്ല മണ്ഡല മകരവിളക്ക് കാലം തീർത്ഥാടകർക്ക് സമ്മാനിച്ചത്. 53 ലക്ഷം എന്ന് പറയുമ്പോൾ നമ്മുടെ ജനസംഖ്യയുടെ തന്നെ വലിയൊരു ഭാഗം, മലയാളികൾ അല്ലെങ്കിൽ പോലും അത്രയധികം ആളുകളാണ് കേരളത്തിലേക്ക് എത്തിയതെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ നമ്മൾ ഈ തീർത്ഥാടകരോട് സംസാരിക്കും, മലയാളികളുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല ഇതര സംസ്ഥാനത്തു നിന്നുള്ള ആളുകൾക്കും വലിയ മതിപ്പായിരുന്നു ഈ തീർത്ഥാടന കാലത്തോടും ഈ സർക്കാരിനോടും ഒക്കെ ഏർപ്പെടുത്തിയ സംവിധാനത്തോട്. അങ്ങനെ പൂർണ്ണ സംതൃപ്തിയോടെ ഒരു മണ്ഡല മകരവിളക്ക് കാലത്തിനാണ് ഇന്നലെ സമാപനം കുറിച്ചത്. ഇന്നാണ് ശബരിമല നട രാവിലെ 6:30 നടയടയ്ക്കുകയും ചെയ്തു. ഇന്നലെ വരെയായിരുന്നു തീർത്ഥാടകർക്ക് അയ്യപ്പ ദർശനം നടത്താനുള്ള അവസരം. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും വളരെ ഭംഗിയോടെ അക്കാര്യത്തിൽ സർക്കാരിന്, പ്രത്യേകിച്ച് ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവനും അഭിനന്ദനം അർഹിക്കുന്നതാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും ബോർഡ് മെമ്പർ G സുന്ദരേശനും മറ്റ് മെമ്പർമാർ, അജി മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രവർത്തനം, അങ്ങനെ മുഴുവൻ തരത്തിലുള്ള ഏകോപനം. മനു സൂചിപ്പിച്ചതുപോലെ സ്പോട്ട് ബുക്കിങ്ങുമായി ബന്ധപ്പെട്ട ചില ആശങ്കകളൊക്കെ ചില രാഷ്ട്രീയ കക്ഷികൾ വെച്ചെങ്കിൽ അത്തരം ആശങ്കകൾ ഉന്നയിച്ച കക്ഷികൾ തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് തന്നെ ശബരിമലയിൽ എത്തി നടത്തിയ അഭിപ്രായ പ്രകടനമാണ് നമ്മൾ ആ സ്റ്റോറിയിൽ കണ്ടത്. അത് പ്രതിപക്ഷ
വി.ഡി. സതീശൻ, കെ മുരളീധരൻ, വി. മുരളീധരൻ തുടങ്ങിയ നിരവധി നേതാക്കൾ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ എത്തുകയും ഇവരെല്ലാം തന്നെ നല്ല അഭിപ്രായം രേഖപ്പെടുത്തി. ഇതിനെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് നല്ലൊരു തീർത്ഥാടന കാലമാണ് സമ്മാനിച്ചത്. ആശങ്കകളില്ലാത്ത, പരിഭവങ്ങളോ പരാതിയില്ലാത്തൊരു തീർത്ഥാടന കാലം തന്നെയാണ് ലഭിച്ചു എന്ന് നമുക്ക് തീർത്തും പറയാൻ സാധിക്കും. ശരി സുജു, ഏതായാലും ആ ഒരു തീർത്ഥാടന കാലത്തിന്റെ അനുഭവങ്ങളാണ് സുജു നമ്മളോട് പങ്കുവച്ചത്.